സിസ്റ്റർ, ഒരു ഹെൽപ്പ് ചെയ്യുമോ? പെട്ടെന്ന് ആര്യ മൊബൈലിൽ നിന്ന് മുഖമുയർത്തി എതിർ സീറ്റിലിരിക്കുന്ന ചെറുപ്പക്കാരനെ സംശയ ദൃഷ്ടിയോടെ നോക്കി. മൊബൈലൊന്ന് റീചാർജ് ചെയ്ത് തരുമോ? ഇന്ന് റീചാർജ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു, മിസ്സായിപ്പോയി. നെറ്റ് ഓണായാൽ ഉടനെ ഞാൻ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തേക്കാം. സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. പക്ക ഒരു ഫ്രോഡിൻ്റെ പുതിയ നമ്പറായിരിക്കും ഇത്, ആര്യ മനസ്സിൽ പറഞ്ഞു. അപ്പോഴേക്കും പുറത്തു പെയ്യുന്ന കനത്ത മഴയിലെ അകത്തേക്ക് ഇരച്ചു കയറുന്ന വെള്ളം തടയാനായി വിൻഡോ ഷട്ടറുകൾ ഇട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ ആര്യ വാച്ചിൽ നോക്കി. അപ്പോൾ സമയം രാത്രി 9:30 കഴിഞ്ഞിരിക്കുന്നു. ബാംഗ്ലൂർ മെയിലിലെ ആ കമ്പാർട്ട്മെൻറ്റിൽ 4-5 അന്യസംസ്ഥാന തൊഴിലാളികൾ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞ് രസിക്കുന്നതൊഴിച്ചാൽ ഒട്ടുമിക്കവരും പാതി മയക്കത്തിലായിരുന്നു. ചേച്ചി, അത്യാവശ്യമായി നെറ്റ് ഉപയോഗിക്കേണ്ടത് കൊണ്ടാ. പ്ലീസ് ഒന്ന് റീചാർജ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഉടനെ തന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നേ. എൻ്റെ മൊബൈലിലും ബാലൻസ് ഇല്ല. ആര്യ ഉടൻ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് മൊബൈലിലേക്ക് കണ്ണ് തറപ്പിച്ചു. ഭായ്, നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ ബാത്റൂം സൈഡിൽ പോയി ചെയ്യ്. കൊക്കക്കോളയിൽ മദ്യം കലർത്തിക്കൊണ്ടുവന്ന് കുടിക്കുന്നതിൻ്റെ മണം സഹിക്കവയ്യാതെ മുകളിലത്തെ സീറ്റിൽ കിടക്കുകയായിരുന്ന ഒരു മധ്യവയസ്കൻ പറഞ്ഞു. അന്യസംസ്ഥാനക്കാരായ അവർ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ടായിരുന്നു. മാഡം, എന്നാൽ എൻ്റെ വീട്ടിലെ നമ്പറിൽ ഒന്ന് കോൾ ചെയ്യാമോ? ഞാൻ വീട്ടിൽ നിന്ന് റീചാർജ് ചെയ്യിക്കാനാ. മനസ്സില്ലാ മനസ്സോടെ ആര്യ ആ ചെറുപ്പക്കാരനെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് സമീപം ഇരിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയും മാറി മാറി നോക്കി. നമ്പർ പറയ്. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ആര്യ പറഞ്ഞു. അയാൾ പറഞ്ഞ നമ്പറിൽ ഡയൽ ചെയ്ത ആര്യ ഫോൺ അയാൾക്ക് കൈമാറുമ്പോഴും സംശയദൃഷ്ടിയോടെ അയാളെ അടിമുടി വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സുധിയേട്ടാ, ഞാൻ ഷിജുവാ. മൊബൈലിൻ്റെ ചാർജ് തീർന്നു പോയി. വേറൊരാളുടെ മൊബൈലിൽ നിന്നാണ് വിളിക്കുന്നത്. ഒന്ന് റീചാർജ് ചെയ്തേക്ക്. ഓക്കെ. ഫോൺ കട്ട് ചെയ്ത് ഫോൺ ആര്യയ്ക്ക് കൈമാറി താങ്ക്സ് പറയുമ്പോഴും സംശയദൃഷ്ടിയോടെയാണ് ആര്യ ഷിജുവിനെ നോക്കിയത്. തൻ്റെ ലോവർ ബെർത്തിൽ കിടക്കാനായി ബെഡ്ഷീറ്റ് വിരിച്ച ആര്യ ക്യാബിന് തൊട്ടടുത്തുള്ള ടോയ്ലറ്റ് റൂമിലേക്ക് പോയി. തങ്ങളെ ക്രോസ് ചെയ്തു പോകുന്ന ആര്യയെ അശ്ലീല ഭാവത്തോടെ നോക്കിയ അന്യസംസ്ഥാനക്കാരായ ആ യുവാക്കളിൽ ഒരാൾ അവരുടെ ഭാഷയിൽ എന്തോ പറഞ്ഞതും എല്ലാവരും ടോയ്ലറ്റ് റൂം സൈഡിലേക്ക് പോയി. ഒരു നിമിഷം പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ആര്യയിൽ സംശയം ജനിച്ചു. തന്നെ കാമക്കണ്ണോടെ നോക്കുന്ന അന്യസംസ്ഥാനക്കാരായ അവർ പെട്ടെന്നവൾ അകത്തേക്ക് കയറി കൊളുത്തിട്ടു. ആര്യയുടെ നെഞ്ചിടിപ്പ് കൂടി. എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവൾ മനസ്സിൽ കണ്ടു. ഈശ്വര! അവൾ സർവ്വദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചു. ഏയ് ഖോല, ഡോർ തുറക്കൂ, ഞങ്ങൾക്കും ടോയ്ലറ്റിൽ പോകണം. മലയാളത്തിലാണ് ഒരുത്തൻ പറഞ്ഞത്. അപ്പോഴാണ് ആര്യയുടെ നോട്ടം ആ കുറ്റിയിൽ തറഞ്ഞത്. ആഞ്ഞൊരു തള്ളു തള്ളിയാൽ ഇളകി ഡോറ് തുറക്കാവുന്ന തരത്തിൽ കൊളുത്തിളകിയിരിക്കുന്നു. അവൾ സർവശക്തിയും എടുത്ത് കൊളുത്തിൽ കൈ അമർത്തി ഡോറ് തള്ളി പിടിച്ചുകൊണ്ടിരുന്നു. ഈശ്വര! അവളുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. മൊബൈലിൽ അവൾ പോലീസ് ഹെൽപ്പ് നമ്പർ 100 ഡയൽ ചെയ്തെങ്കിലും നെറ്റ്വർക്ക് ഡൗൺ ആയതിനാൽ കോള് പോയില്ല. ഒരുവൻ ഡോറ് വലിച്ചതും വിടവിൽ കൂടി ആര്യയെ നോക്കി പറഞ്ഞു. എടി, ഇറങ്ങി വാടി, ഇല്ലെങ്കിൽ ഞങ്ങൾ പൊളിച്ചകത്ത് കയറും. അപ്പോഴേക്കും ഇടിയോടുകൂടി ശക്തിയായി മഴ വെളിയിൽ പെയ്തു തിമിർക്കുകയായിരുന്നു. തൻ്റെ എല്ലാം ഇതോടെ അവസാനിച്ചു എന്നുറച്ച അവൾ നിർജീവമായി നിന്നുപോയി. പെട്ടെന്നാണ് ഒരു കോൾ ആര്യയുടെ മൊബൈലിലേക്ക് വന്നത്. സേവ് ചെയ്യാത്ത നമ്പർ. മേഡം, ഞാനാ. നമ്മുടെ ട്രൂപ്പ് വന്നിട്ടുണ്ട്. 10 പേരും അടുത്ത കമ്പാർട്ട്മെൻറ്റിലുണ്ട്. എല്ലാവരുടെയും കയ്യിൽ പിസ്റ്റളുണ്ട്. ആര്യ ഒരു നിമിഷം പ്രജ്ഞയറ്റ പോലെ നിന്നു. ആരാണിത്? എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് ഡോറ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയായിരുന്ന ആ 2 പേരും സാവധാനം പുറകോട്ട് നീങ്ങി. മേഡം, കമ്പാർട്ട്മെൻറ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങട്ടെ. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ മുട്ടിന് താഴെ ഷൂട്ട് ചെയ്യാമല്ലോ. ഒന്നും മനസ്സിലാകാതെ വിറയ്ക്കുന്ന ശരീരത്തോടെ നിൽക്കുകയായിരുന്നു ആര്യ. നാളെ ദിനപത്രങ്ങൾ അച്ചടിച്ചിറങ്ങുന്നത് തൻ്റെ വാർത്തയോടുകൂടിയായിരിക്കുമെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. ഒരു നിമിഷം കാതു കൂർപ്പിച്ചു നിന്ന അവളുടെ ശ്രദ്ധ പെട്ടെന്ന് മാറി. ഇപ്പോൾ ഒരനക്കവും വെളിയിൽ കേൾക്കാനില്ല. അവൾ സാവധാനം ഡോറൊന്ന് തള്ളി. വിടവിലൂടെ പരിഭ്രമത്തോടെ ഉലഞ്ഞ മിഴികളിലൂടെ കണ്ട ആ കാഴ്ച നഷ്ടപ്പെട്ട ആത്മധൈര്യം കൈവരാൻ പോകുന്നതായിരുന്നു. ചെകുത്താന്മാരായ അവർ ആരെയും കാണാനില്ല. പകരം കൊച്ചുകുട്ടിയെ യൂറിനിൽ കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനും സ്ത്രീയും. ആര്യയുടെ ശ്വാസഗതി പൂർവ്വസ്ഥിതിയിലേക്ക് വന്ന നിമിഷം അവൾ ഡോറ് തുറന്ന് ചുറ്റും വീക്ഷിച്ച ശേഷം തൻ്റെ സീറ്റിലേക്ക് നടക്കുമ്പോഴും തനിക്ക് വന്ന കോളിൽ ചുറ്റിപ്പറ്റി അവളുടെ മനസ്സ് കുരുങ്ങി നിന്നു. തന്നെ സൂക്ഷിച്ചു നോക്കി സീറ്റിലിരിക്കുന്ന ഷിജുവിൽ കണ്ണുകൾ തറഞ്ഞതും അവളുടെ ചിന്ത പല വഴിക്കും പോയി. തല പുണ്ണാക്കേണ്ട, ഞാൻ തന്നെയാ ഫോൺ ചെയ്തത്. ബാത്റൂമിൽ നിന്നിറങ്ങേണ്ട എന്ന് ഇയാളെ അറിയിക്കാൻ
ഞാൻ വീട്ടിൽ വിളിച്ചു. തൻ്റെ മൊബൈൽ നമ്പർ വാങ്ങുന്നതും അവരുടെ ഇടയിൽ ഞാനും പെട്ടുപോയി. തകർത്തു പെയ്യുന്ന മഴയിൽ ട്രെയിൻ ആടി ഉലഞ്ഞു പായുമ്പോഴും ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അപകടം ഉറപ്പിച്ചിരുന്നു. നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടില്ലെന്ന് തോന്നിയ നിമിഷം പിന്നെ ഒന്നും ആലോചിച്ചില്ല, അങ്ങ് അഭിനയിച്ചു. ഞാനൊരു അഭിനേതാവായതുകൊണ്ട് അവന്മാർക്കൊരു സംശയവും തോന്നിയില്ല. ഒപ്പം പതിയെ രക്ഷപ്പെടുകയും ചെയ്തു അവർ. അപ്പോഴേക്കും ആര്യയുടെ കണ്ണ് നനഞ്ഞിരുന്നു. ഒന്നും സംസാരിക്കാനാകാതെ അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിരുന്ന നിമിഷങ്ങൾ. സോറി ബ്രോ, എൻ്റെ ജീവൻ രക്ഷിച്ചത് നിങ്ങളാ. ഇടറുന്ന ശബ്ദത്തിൽ അവൾ തുടർന്നു. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയുക എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾക്ക് റീചാർജ് ചെയ്ത് തരേണ്ടതായിരുന്നു. സോറി. അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ടല്ലേ ഇയാളുടെ നമ്പർ എനിക്ക് കിട്ടിയതും ആ ബുദ്ധി എനിക്ക് പെട്ടെന്ന് തോന്നിയതും. പിന്നെ ഒന്നുകൂടി പറയാനുണ്ടായിരുന്നു. മാറുന്ന ഈ കാലത്ത് ജാടയൊക്കെ അല്പം നല്ലതാ, പക്ഷേ ജാഗ്രതയെ മറികടക്കരുത് എന്ന് മാത്രം സൂക്ഷിക്കുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സമ്മിശ്ര ചിന്തകളിൽ മനസ്സ് മാറി മറിയുമ്പോഴും അവളൊരു പുഞ്ചിരി വിരിയാൻ തുടങ്ങുകയായിരുന്നു. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണെന്നുള്ളത് അവളുടെ മിഴികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.